भारत माता की भारत माता की ശാന്തി സ്തൂപയിലാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓൾ ഇന്ത്യ യാത്രയിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ലഡാക്കിലോട്ടാണ് ഇന്നത്തെ യാത്ര. ലഡാക്കിൽ പ്രധാനമായിട്ടും 2 ജില്ലകളാണുള്ളത്. ഒന്ന് ലേയും ഒന്ന് കാർഗിലും. ഇന്ന് നമ്മൾ ലേയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ലേയിൽ രാത്രി എത്തുകയാണ്. ലേയിലെത്തുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ശ്വാസതടസ്സമുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ, കേരളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം ഡയമോക്സിൻ എന്ന് പറയുന്നൊരു ഗുളിക നമ്മളെല്ലാവരും കയ്യിൽ കരുതിയിട്ടുണ്ട്. ഡോക്ടർമാർ ഇവിടുന്ന് കയറുന്ന സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഡയമോക്സിൻ എന്ന് പറഞ്ഞ ഗുളിക നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവും. ആ സമയത്ത് ലേയിൽ ലഡാക്കിലെത്തുന്ന സമയത്ത്, കാശ്മീരെത്തുന്ന സമയത്ത് ഇത് 2 നേരം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ എത്തുന്ന സമയത്തൊന്ന് കുടിച്ചു, വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ഒന്ന് കുടിച്ചു. എന്നിട്ടും നമുക്ക് അതിശക്തമായ തലവേദന അനുഭവപ്പെടുകയാണ്, ശക്തമായ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് നമുക്ക്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ലേയിലെത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ശാന്തി സ്തൂപയാണ്. അത് ടിബറ്റൻസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആരാധനാലയമാണ്. അവിടെ ഒരുപാട് ബുദ്ധമതത്തിൻ്റെ ഒരുപാട് ശേഷിപ്പുകൾ അവശേഷിക്കുന്ന സ്ഥലമാണത്. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു മന്ത്രം നമ്മളെ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ വല്ലാതെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. നമ്മൾ എന്തിലോ ഒരു ലയിച്ചു പോവാന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ ലയിച്ചു പോവാണ് അതിനകത്തേക്ക്. ശാന്തി സ്തൂപയിലാണുള്ളത്. ലേയിലെ ശാന്തി സ്തൂപ. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാതിലൊരു മൂളക്കം പോലെ, ഒരു പാട്ട് പോലെ ഇതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ മൈക്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൈക്കിൽ വിളിച്ചു പറയുന്ന പോലെ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു മൈൻഡിനൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടുന്ന പോലെ നമ്മൾ അവിടെ ഇരിക്കുകയാണ് കേട്ടിട്ട്. ഒരുപാട് തീർത്ഥാടകർ വന്നിട്ടുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇത് കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇങ്ങനെ യാത്ര. ഇതിന് ചുറ്റുഭാഗത്തും നമുക്കിങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്, സന്ധ്യ ആയിട്ടുണ്ട് നേരം. നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴെ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ലേയിലെ മാർക്കറ്റിലോട്ടാണ്. ലേയിലെ മാർക്കറ്റ് പറഞ്ഞാൽ സുവനീർ ഷോപ്പുകളാണ്, അതിമനോഹരമായ ഷോപ്പുകളാണ്. ഒരുപാട് ഈ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന, ചെറിയ ചെറിയ പാത്രങ്ങൾ വിൽക്കുന്ന, അങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് പാത്രങ്ങൾ വിൽക്കുന്ന, അങ്ങനത്തെ അതുപോലെ തന്നെ ടിബറ്റൻ ഫ്ലാഗുകൾ വിൽക്കുന്ന കടകളാണ് കൂടുതലുള്ളത്. അങ്ങനെ നമ്മൾ അതിനോട് ലയിച്ച് ആ ഒരു മാർക്കറ്റിൽ അങ്ങനെ അലിഞ്ഞു ചേർന്ന് നടക്കുകയാണ് നമ്മൾ. നല്ല തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥയാണ്, എല്ലാം കൊണ്ടും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള രാത്രിയാണ് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ ഈ മാർക്കറ്റിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് നല്ല സുന്ദരികളായ ടിബറ്റൻസ് അവിടെ കാര്യമായിട്ട് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കുറേ അമ്മച്ചിമാരുണ്ട്, കുറേ കുട്ടികളുണ്ട്, എല്ലാവരും ഇങ്ങനെ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരു പാട്ട് പോലെ, ഒരു മ്യൂസിക് പോലെ, ഒരു മെഡിറ്റേഷൻ നമ്മളൊരു പിടിച്ചെടുത്തുന്ന രൂപത്തിലുള്ളൊരു ചെറിയൊരു ട്യൂൺ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് ചെന്നു. ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഒരു വനിത, ഒരു ചേച്ചി അവിടെ ഇരുന്നിട്ട്
കയ്യിലൊരു പാത്രമുണ്ട്. മ്യൂസിക് ബോൾ എന്നാണ് എൻ്റെ പേര്. ആ പാത്രം ചെമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് അവരെ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലൊരു വടിയുണ്ട്. ഈ വടി പിടിച്ചിട്ട് അവർ അതിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഉരസുമ്പോൾ ഒരു മന്ത്രം പോലെ, ഒരു മാജിക് പോലെ, ഒരു മ്യൂസിക്, ഒരു ശബ്ദം, വല്ലാതെ നമ്മളെ ആകർഷിക്കുന്ന രൂപത്തിലൊരു ശബ്ദം അതിനകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അതല്ല ഇത് ചെയ്തോ ഞാൻ വേദു സ്റ്റോപ്പ് മേഡം കാണിച്ചു. നമ്മളതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ലയിച്ച് പോകുന്ന ഒരു ശബ്ദമാണ്. വളരെ എങ്ങോട്ടാണ് നമ്മൾ പോണ പോലും നമുക്ക് ചില നേരത്തെ ചിന്തിച്ച് പോവാണ്. നമ്മൾ അതിലങ്ങനെ ഇരുന്ന് അതവർ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ പല പല വലിപ്പങ്ങളിലുള്ള പാത്രങ്ങളുണ്ട് അവിടെ വിൽക്കാൻ. മ്യൂസിക് ബോൾ എന്നാണ് ഇത് പറയുന്നത്. ഈ മ്യൂസിക് ബോൾ ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഐശ്വര്യം വരും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ടിബറ്റൻസ്. നമ്മൾ ലേയിൽ കൂടുതൽ ആളുകളും ടിബറ്റൻസിനെയാണ് കാണുന്നത്. ടിബറ്റൻസിൻ്റെ ഏറ്റവും കൂടുതലുള്ള ടിബറ്റിൽ നിന്ന് വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വസിക്കുന്ന സ്ഥലമാണ് ലേയിൽ. അതേപോലെ തന്നെ ലേൻ്റെ ലഡാക്കിൻ്റെ മറ്റൊരു ജില്ലയായിട്ടുള്ള കാർഗിലും ഈ ടിബറ്റൻസ് താമസിക്കുന്നുണ്ട്. ഏകദേശം 2,70,50,000 ആളുകളോളം ഈ ഒരു ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിൽ താമസിക്കേണ്ട ആളുകൾ. നമ്മൾ ഈ മാർക്കറ്റിനകത്തുനിന്ന് നമ്മളെ കൂടുതലുള്ള ആളുകൾ ഈ മ്യൂസിക് ബോൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞു അവരോട്, വീട്ടിൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണില്ലേ എന്ന് ചോദിച്ച്. അപ്പോൾ അവർ വാങ്ങിയ ശേഷം 4,000-5,000 രൂപയോളം അതിനകത്ത് വില വരുന്നുണ്ട്. പല വിലൻ്റെ ഉണ്ട്, പല വലിപ്പത്തിലുണ്ട്. ചെറുത് മുതൽ വലിയ പാത്രങ്ങൾ വരെ ഉണ്ട്. നമ്മളവിടെ ബിരിയാണിക്ക് വെക്കുന്ന ചെമ്പുണ്ടല്ലോ, അത്ര വലിപ്പം വരെയുള്ള ഈ മ്യൂസിക് ബാളുകളുണ്ട്. ഈ ബാളിന് ചുറ്റുഭാഗത്തും ഈ ഒരു പാത്രത്തിന് ചുറ്റുഭാഗത്തും ഈ നമ്മൾ ടിബറ്റൻ ഫ്ലാഗിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു മന്ത്രങ്ങൾ, അവരെ പ്രാർത്ഥനകളാണത്. അപ്പോൾ ഈ പ്രാർത്ഥനയുള്ള ഒരു ബാള് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം വരും എന്നാണ് അവരെ വിശ്വാസം. അതാണ് അവരെ ആചാരം, അതാണ് അവരെല്ലാവരുടെ വീട്ടിനകത്തും അതുണ്ടാവും. ഇത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഞാൻ കുറച്ച് ഫ്ലാഗൊക്കെ വാങ്ങി. നാട്ടിൽ കുറേ ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു ടിബറ്റൻ ഫ്ലാഗ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ഫ്ലാഗൊക്കെ വാങ്ങി നമ്മളങ്ങനെ പുറത്തിറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. യാത്ര തുടങ്ങി നമ്മൾ കാർഗിലോട്ടാണ് യാത്ര പോകുന്നത്. കാർഗിൽ നമുക്കറിയാം, ഒരു ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു യുദ്ധത്തിൻ്റെ എന്നും നിലനിൽക്കുന്ന, നമ്മൾ കാർഗിൽ യുദ്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ. ആ 1999 നടന്നിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് 2 ഭാഗങ്ങളിലായിട്ട് ടിബറ്റൻസിൻ്റെ ഒരുപാട് മൊണാസ്ട്രികൾ കാണുകയാണ്. നിറച്ച് ഒരുപാട് എന്ന് പറഞ്ഞാൽ എണ്ണ കഴിയാത്ത അത്രയും മൊണാസ്ട്രികൾ കാണുകയാണ്. വലിയ ബെല്ലുകൾ തൂക്കിയിട്ടിട്ടുള്ള, പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടുള്ള ഓരോരോ മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് ഈ കൊടികൾ, ടിബറ്റൻ ഫ്ലാഗുകൾ കെട്ടിയിട്ടുള്ള, വലിയ ഫ്ലാഗുകൾ, ചെറിയ ഫ്ലാഗുകൾ കെട്ടിയിട്ടുള്ള ഒരുപാട് ഈ മൊണാസ്ട്രികൾ കാണുന്നുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കയറാൻ ശ്രമിച്ചെങ്കിലും അതിനകത്തേക്ക് ക്യാമറ, ഈ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ക്യാമറ കൊണ്ട് എല്ലാം കഴിയില്ലല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിനകത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്നുള്ള വീഡിയോസും ഫോട്ടോസും മാത്രമേ എടുക്കാൻ നമുക്ക് കഴിഞ്ഞുള്ളൂ. അതിമനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ കാർഗിലോട്ട് പോവുകയാണ്.